ഹായ് കൂട്ടുകാരെ, ആച്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായി എല്ലാം ഒന്ന് നല്ലവണ്ണം തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. കൂടെ ചെയ്യുന്നത് കൊണ്ട് വലിയ പൊടിയൊന്നുമില്ല. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. പുതിയ വീട് വയ്ക്കുന്നവർക്കും അടുക്കള മാറ്റി പണിയുന്നവർക്കുമൊക്കെ ഒരു മോട്ടിവേഷൻ ആകുമല്ലോ എന്ന് കരുതിയാണ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉള്ളത് നല്ലതാണ്. ഇതാവുമ്പോൾ ചുവരിൽ ഫിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. പാത്രങ്ങളൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചാൽ വെള്ളത്തിൻ്റെ അംശമൊന്നും അതിലാവുകയില്ല. ഈ ട്രേ നമ്മൾ പാത്രം വയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ടായിരുന്നാൽ ആ ട്രേയിൽ വീഴുന്നുകൊള്ളും. അതിന് വേണ്ടിയിട്ടാണ് ആ ട്രേ വെച്ചിരിക്കുന്നത്. അതിലുള്ള വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വീണ്ടും പഴയ സ്ഥാനത്ത് വയ്ക്കുകയും ചെയ്യാം. അത് നല്ലവണ്ണം തുടച്ച് ക്ലീനാക്കി വെച്ചു. ഇതിൻ്റെ അടിയിലും ഒരു ട്രേ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. പാത്രങ്ങൾ തുടച്ചൊക്കെ വയ്ക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവുകയില്ല. എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തു. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തുടച്ച് വെച്ചാൽ ദീർഘനാൾ ഈ റാക്കുകളൊക്കെ കേടാവാതെ ഇരിക്കും. തുരുമ്പൊന്നും എടുക്കുകയില്ല. നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും. മാത്രവുമല്ല, പാത്രങ്ങളൊക്കെ ഉണക്കി തുടച്ച് വയ്ക്കുമ്പോൾ തന്നെ അതൊരു ഭംഗിയല്ലേ, കാണാനും സന്തോഷം. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കണം. നമ്മുടെ അടുക്കളയും എല്ലാം ക്ലീനായി കിടക്കുകയും ചെയ്യും. പ്ലേറ്റുകളെല്ലാം ഉയരെ നിരത്തി താഴെ ചെറിയ കിണ്ണങ്ങളും ഗ്ലാസും കപ്പുകളുമൊക്കെ അതിലും അടുക്കി വെച്ചു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് എന്ത് സന്തോഷമാണ്. കാണാനും ഭംഗിയല്ലേ, വൃത്തിയുമുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസമായി. അടച്ചു വെച്ചാൽ വൃത്തിയായി ഇരിക്കുകയും ചെയ്യും. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. തവികളെല്ലാം കൂടി ഇട്ട് വെച്ച കപ്പ് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.